അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഫലാമൈ വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ഓണമൊക്കെ ആയ കാരണം ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നട്ടി ടോഫി മക്രോണി പായസം. പേര് പോലെ ഇതിൽ ഒരുപാട് നട്ട്സ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ടോഫി ഫ്ലേവേർഡാണ്. പിന്നെ മക്രോണി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പായസം റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ പായസം ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. ആദ്യം ഞാൻ ഈ നട്ട്സ് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇത് മെൽറ്റായിട്ട് അപ്പോൾ ഇത് ഷുഗർ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരുന്നുണ്ട്, കളറൊന്ന് മാറി വരുന്നുണ്ട്. ഈ ടൈമിൽ തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഷുഗർ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ ക്രഷാക്കി വെച്ചിരിക്കുന്ന നട്ട്സ്, ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ആൽമണ്ട്സും കാഷ്നട്ടും ആണ്. ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി മിക്സ് ആയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പറിക്കോ അല്ലെങ്കിൽ ഒരു ഫോയിൽ പേപ്പറിക്കോ മാറ്റിയിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം. ഇനി ഈ ടൈമിൽ നമുക്കിനി പായസം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 250 ml 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതേ പാല് നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. ഇനി ഈ ടൈമിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മക്രോണി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ മക്രോണി ഒന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1.25 കപ്പാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് ടോഫി റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്യുക. ഇതൊന്ന് മെൽറ്റായിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ അതേ നമ്മുടെ ടോഫി റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മക്രോണിയും പാലും ഉള്ളതിലേക്ക് ഇത് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇതൊന്ന് പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും. ഇനി ഇതൊരു 5 മിനിറ്റ് ഇതുപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു നുള്ളു ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഈ ടൈമിലാണ് കാരമലൈസ് ചെയ്ത നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂടാറിയതിന് ശേഷം ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവും. ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കുക. ഇനി നമ്മുടെ ലാസ്റ്റത്തെ സ്റ്റെപ്പ്, പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് നെയ്യും കൂടി ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ കിഡിലൻ നട്ടി ടോഫി മക്രോണി പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ഒരിക്കലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. നല്ലൊരു റിച്ച് ആയിട്ടുള്ളൊരു പായസം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാ ഇനിയും പുതിയ വീഡിയോസും റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഹാപ്പി ഓണം.